തൃശൂരിൽ നിന്ന് കുന്നംകുളത്തേക്കുള്ള വിവിധ പാതകൾ ഒരേ സമയം പൊളിച്ചിട്ടു. യാത്രാദുരിതം പേറി ജനം. ഇത് പൂങ്കുന്നം ജംഗ്ഷൻ. പൂങ്കുന്നം വഴി കുന്നംകുളത്തേക്ക് വാഹനങ്ങൾ തിരിച്ചുവിടുന്ന റോഡ് അടച്ചു കെട്ടിയിട്ട് മാസങ്ങളായി. പകരം വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് അയ്യന്തോൾ വഴി പുഴയ്ക്കലിലേക്ക്. പടിഞ്ഞാറേക്കോട്ട ജംഗ്ഷനിലെ തകർന്ന റോഡും കുരുക്കും പിന്നിട്ട് വേണം മുന്നോട്ടു പോകാൻ. പടിഞ്ഞാറേക്കോട്ടയിൽ കുട്ടികളടക്കമുള്ളവർ റോഡ് മുറിച്ചു കടക്കാൻ കഷ്ടപ്പെടുന്നത് കാണാം. അയ്യന്തോളിലും ഗതാഗത കുരുക്കുണ്ട്. ഇതിനിടയിൽ വഴിതെറ്റിച്ചും ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചും അപകടകരമായ രീതിയിൽ മുന്നോട്ടു പോകുന്ന സ്വകാര്യ ബസ്സുകളും. ഇതെല്ലാം കടന്ന് പുഴയ്ക്കലെത്തിയാൽ വൻ കുരുക്കാണ്. ഇതാണ് പുഴയ്ക്കലിലെ അവസ്ഥ. ഒരു ഭാഗത്തെ റോഡാണ് ഈ കാണുന്നത്. മറുഭാഗത്തെ കുരുക്ക് കിലോമീറ്ററുകളോളം നീളുന്നു. ഒരു വട്ടം ഈ വഴി വന്നവർ വീണ്ടും ഒരിക്കൽ കൂടി ഇതുവഴി വരാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. പുഴയ്ക്കലിലെ കുരുക്കുപാത ഒഴിവാക്കാൻ വിയ്യൂർ കൊട്ടേക്കാട് വഴി തിരിയാം. കുറച്ച് മുന്നോട്ട് പോയാൽ വഴി തിരിഞ്ഞു പോവുകയെന്ന ആദ്യ ബോർഡ് കാണാം. ആട്ടോർ സെന്ററിലെത്തിയാൽ അവിടെയും വഴി തിരിച്ചുവിടൽ. കുറ്റൂർ പള്ളി വഴി മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ അവിടെയും തടസ്സം. വിയ്യൂരിൽ നിന്ന് കൊട്ടേക്കാട് വഴി തിരിഞ്ഞു പോകാനായി വരുമ്പോൾ കുറ്റൂരിൽ വീണ്ടും കുരുക്ക്. കലുങ്ക് നിർമ്മാണത്തിനായി റോഡ് മുഴുവൻ അടച്ചുകെട്ടിയിരിക്കുകയാണ്. ഇനി മറ്റൊരു വഴി കുറ്റൂർ ചാമക്കാട് റോഡാണ്. എല്ലാ റോഡുകളിലും കുരുക്കും നിർമ്മാണ പ്രവർത്തനങ്ങളുമാകുമ്പോൾ കുറെ യാത്രക്കാർ ആശ്രയിച്ചിരുന്ന റോഡാണ് കുറ്റൂർ ചാമക്കാട് റോഡ്. ഈ റോഡിലൂടെ വന്നാൽ അമലിയിലേക്കോ പേരാമംഗലത്തേക്കോ എത്താനാകും. എന്നാൽ അവിടെയും റോഡ് കുറുകെ പൊളിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇനി കൊട്ടേക്കാട് കോളങ്ങാട്ടുകര കൂടിയാണ് മറ്റൊരു വഴി. ഭൂരിഭാഗം വാഹനങ്ങളും ഇപ്പോൾ ഇതുവഴിയാണ് പോകുന്നത്. പക്ഷേ ഇവിടെയും ബോർഡുണ്ട്. ഇനി കൊട്ടേക്കാട് കോളങ്ങാട്ടുകര വഴി മുണ്ടൂരിലേക്ക് കടക്കാമെന്ന് വെച്ചാൽ കോളങ്ങാട്ടുകരയിലെ പാലം നിർമ്മാണം മാസങ്ങളായി തുടരുകയാണ്. ഇവിടെ കുരുക്ക് സദാ പതിവാണ്. ഏതെങ്കിലും മാർഗത്തിലൂടെ കുന്നംകുളം ഭാഗത്തേക്ക് യാത്രക്കാർ എത്തിച്ചേരണമെങ്കിൽ ഒരുപാട് ത്യാഗം സഹിക്കണം. ഇനി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധികൃതരോടും ഉദ്യോഗസ്ഥരോടും TCVയുടെ ഒരു ചോദ്യം. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരും അധികൃതരുമെല്ലാം നമ്മുടെ നാട്ടിലുള്ളവരാണ്. ആരും മറ്റ് സംസ്ഥാനങ്ങൾ വന്ന് ചെയ്യുന്നവരല്ല. ഇങ്ങനെ ഒരേ വഴിക്കുള്ള പല പാതകൾ ഒരേ സമയം പൊളിച്ചിട്ട് ജനങ്ങളെ പാമ്പും കോണിയും കളിപ്പിച്ച് ദുരിതത്തിലാക്കിയിട്ട് എന്ത് നേടുന്നു? TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ.